പാറ്റ സമരം. ഇതിനു മുൻപ് കാണുന്നതിനെക്കാട്ടിലും പതിനായിരങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റ് തുടങ്ങുന്ന ദിവസം പാർലമെന്റിലേക്ക് ഇരച്ചെത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പിന്നിൽ ചില ഗൂഢാലോചനകളില്ലേ? കാരണം ഇതെല്ലാം പാറ്റകളായിരുന്നുവെങ്കിൽ ഇതിനു മുൻപ് 10-20 ദിവസമായിട്ട് അവർ സമരത്തിന് ഇരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇതിനെ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു ഘടകകക്ഷികളുള്ള എല്ലാ പാർട്ടിയിൽ നിന്നും ആളുകളെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പാർലമെന്റിലേക്ക് ഇരച്ചു കയറുക, ഈ നേപ്പാളിലും ബംഗ്ലാദേശിലും ഒക്കെ നടന്ന പോലെ അങ്ങനെ ഒരു കലാപം സൃഷ്ടിക്കുക, ഇതൊക്കെ ആയിരുന്നു ഇവർ ലക്ഷ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായിട്ട് ഒരു ഗൂഢാലോചന നടക്കുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നതും പാറ്റകൾ എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ സമരം അത് കൃത്യമായിട്ട് വളരെ ആസൂത്രിതമാണ്. അപ്പോൾ അതിനകത്ത് സമരം തുടങ്ങിയിരിക്കുന്ന അഭിഷേക് അടക്കമുള്ള ആളുകളുടെ അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ടിയാനെ തന്നെ അവിടെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയ അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയിട്ട് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ കലാപം അഴിച്ചുവിടാൻ വേണ്ടിയുള്ള സൂത്രപ്പണിയാണ്. ഇതിൻ്റെ ഫണ്ടിങ്ങിനെ സംബന്ധിച്ച് വലിയ സംശയമുണ്ട്. എവിടെ നിന്നാണ് ഇവരുടെ ഫണ്ടിങ് വരുന്നത്? ഇവർക്ക് അമേരിക്കൻ ഫണ്ടിങ് ആണുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാപിറ്റലിസ്റ്റ് കൺട്രികളുടെ ഫണ്ടിങ് ആണുള്ളത്? ആ തരത്തിൽ പൈസ ഇല്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇയാൾ അഭിഷേക് വന്നിട്ട് ആദ്യം അതിന് പെർമിഷൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. ഞാൻ മനസ്സിലാക്കുന്ന പെർമിഷൻ വേണ്ടി ചെന്ന സമയത്ത് അവിടെയുള്ള സമരം നടത്തിന് അപ്പം തന്നെ പെർമിഷൻ അടിച്ചു കൊടുക്കുകയാണ്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സമരം നടത്തിയിരുന്നു. അപേക്ഷ കൊടുത്ത് അപ്പം തന്നെ ഇവർക്ക് പെർമിഷൻ കൊടുക്കുന്നു. ആരും ഇവരെ പോലീസ് കൈകാര്യം ചെയ്യുന്നില്ല. ഇവരെ പ്രധാനപ്പെട്ട പ്രശ്നം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. എന്തിന് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം? ഇവരുടെ കൂടെ ആളുകളൊന്നുമില്ല. ജനങ്ങളില്ലാത്തൊരു പ്രസ്ഥാനമാണ്. ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ച് ചർച്ച നടത്താമെന്ന് ഞാൻ മനസ്സിലാക്കിയത് മിനിയാൻ സർക്കാർ സമ്മതിച്ചിട്ടുണ്ട്. മിനിയാൻ സർക്കാർ സമ്മതിക്കുകയും ചർച്ചകൾ തുടങ്ങേണ്ട സമയത്ത് ഈ പറയുന്ന നിരാഹാരം കിടക്കുന്ന ഇദ്ദേഹത്തിനടക്കമുള്ള ആളെ അവരെ പോലീസ് സ്വാഭാവികമായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുകയും അതേപോലെ തന്നെ അഭിഷേക് അടക്കമുള്ള ആളുകളെ അവർ സമരം വിഡ്രോ ചെയ്യുകയും ചെയ്തു. ഇവരെല്ലാം സമരം വിഡ്രോ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ജന്തർ മന്ദിറിലേക്കുള്ള വലിയ തിരക്കുണ്ടാക്കിയത്. മാത്രമല്ല അവർ വിളിച്ച മുദ്രാവാക്യങ്ങളൊക്കെ ഞങ്ങൾ നേപ്പാൾ മോഡൽ സമരത്തെക്കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് മോഡൽ സമരത്തെക്കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ പഴയകാലത്ത് മുല്ലപ്പൂ സമരത്തെക്കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. ഈ പറയുന്ന സമരങ്ങളൊക്കെ ഇന്ത്യ വിരുദ്ധമായിരിക്കുന്ന വലിയ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പോകുന്നു എന്നുള്ള മട്ടിലാണ്. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളാരും സമരത്തിന് കൂടിയില്ല. ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ അവർ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു BJP യുടെ ആസൂത്രിതമായിട്ടുള്ള സമരമാണെന്നാണ്. ഈ സമരം ആസൂത്രണം ചെയ്ത് BJP ആണെന്നാണ്. അപ്പോൾ എനിക്കറിയില്ല, അതിനെക്കുറിച്ച് BJPക്ക് ആസൂത്രണം ഉണ്ടോയെന്ന് നിശ്ചയമില്ല. ഏതാണെങ്കിലും ഇവർ തുടങ്ങി വെച്ച വിഷയങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഇവർ വിദ്യാഭ്യാസാദി കാര്യങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് ഈ സമരം തുടങ്ങിയിട്ട് 3-ാം ദിവസമാണ്. 1-ാം ദിവസം ആയിരുന്നില്ല. അതേപോലെ തന്നെ അവർ നീറ്റ് സമരത്തെക്കുറിച്ച് ഇഷ്യൂവിനെ കുറിച്ച് പ്രതികരിച്ചു തുടങ്ങിയത് അത് 2-ാം ദിവസമാണ്. അങ്ങനെ ഓരോ ദിവസവും മാറി മാറി വിഷയങ്ങളെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അവരെ സംബന്ധിച്ച് സോനം വാഞ്ചുവിൻ്റെ നിരാഹാരം, ഈ സോനം വാഞ്ചു ആരാ? സോനം വാഞ്ചു അവിടെ ലഡാക്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. ഇന്ത്യ ചൈനയോട് ലഡാക്ക് ചൈനയോട് ചേർക്കണമെന്ന് ആവശ്യപ്പെടുന്ന ആളാണ്. അതിനുവേണ്ടി സമരം നടത്തിയിട്ടുള്ള ആളാണ് വാഞ്ചു. ഈ പറയുന്ന സോനം വാഞ്ചുവിനെ പോലുള്ള ആളുകളെ പിടിച്ചുകൊണ്ടുവന്ന് സമരപന്തലെത്തിച്ച് സോനം വാഞ്ചുവിനെ വിടുത്ത് ഇന്ത്യയിൽ ഏത് പ്രശ്നം തിരിച്ചറിയാൻ പറ്റുക? അദ്ദേഹം പഴയ കാലത്ത് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ തുടങ്ങിയിട്ട് എനിക്കറിയാമല്ലോ. അച്ഛൻ ആരായിരുന്നു? അച്ഛൻ ആദ്യം കോൺഗ്രസ് ആയിരുന്നല്ലോ, പിന്നെ കാലുമാറി നാഷണൽ കോൺഫറൻസിൽ ചേർന്ന ആളല്ലേ. എന്തിനാ നാഷണൽ കോൺഫറൻസിൽ ചേർന്ന? എന്തിനാ? ഇയാൾക്ക് മന്ത്രിയാവാൻ വേണ്ടിയിട്ടാ. അങ്ങനെയുള്ള മന്ത്രിയാകാൻ വേണ്ടിയിട്ട് കാലുമാറി നാഷണൽ കോൺഫറൻസിൽ ചേർന്നിട്ടുള്ള സോനത്തിൻ്റെ മകനാണ് ഇപ്പോഴത്തെ സോനം വാഞ്ചു. ഇപ്പം ഇയാൾക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട്. ഇയാൾക്ക് കേന്ദ്രത്തിൽ മന്ത്രിയാവണം, ഇയാൾക്ക് കേരളത്തിൽ സംസ്ഥാനങ്ങൾ മന്ത്രിയാവണം, ഇയാൾക്ക് ലഡാക്ക് പ്രത്യേകമായിട്ടുള്ള സംസ്ഥാനമായി കിട്ടണം, അവിടെ ഇയാൾക്ക് മുഖ്യമന്ത്രിയാകണം. ഈ തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളുമായിട്ടും അണ്ണാ ഹസാരെയും ഇവരുമായിട്ട് ഒരു തരത്തിലും താരതമ്യപ്പെടുത്താൻ സാധ്യമല്ല. അണ്ണാ ഹസാരിക്ക് മുഖ്യമന്ത്രി പദമോ പ്രധാനമന്ത്രി പദമോ ഇന്ത്യയുടെ യാതൊരു താല്പര്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു വിഭാഗമായിരുന്നു 11 വർഷക്കാലങ്ങൾക്കുമായിട്ട് ഡൽഹിയിൽ സമരം നടത്തിയത്. അത് ഒരു ജയപ്രകാശ് നാരായണൻ്റെയും അല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെയും അനുചരന്മാരെന്ന നിലയ്ക്കാണ് അവർ സമരം. ആ സമരത്തിന് ഒരു സാത്വികതയുണ്ടായിരുന്നുവെങ്കിൽ സോനം വാഞ്ചുവിൻ്റെ സമരത്തിന് ഒരു സാത്വികതയുമില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇന്നലെ തന്നെ അവിടെ ബർഖ സോഹർ അവരുടെ പ്രസ്ഥാനയുടെ അവർ ആക്ടിവിസ്റ്റാണ്. അവർ പറഞ്ഞത് ഇവിടെ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാണ്. അവർ ഉപയോഗിച്ചത് സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നതല്ല, സ്ത്രീകളെ ഈ പറയുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ ബലാത്സംഗം ചെയ്യുന്നു, പീഡനം നടത്തുന്നു എന്നുള്ള വാക്ക് അവർ ഉപയോഗിച്ചത്.
എന്ന് വെച്ചാൽ സ്ത്രീകൾക്കെതിരായിട്ട് വലിയ നീക്കം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം രാത്രി സമയത്ത് ഇവരുടെ ആളൊന്നുമില്ല. ഇപ്പൊ തന്നെ ഈ പറയുന്ന അഭിഷേക് ദീപ്തി എന്ന് പറയുന്ന ആള് ടിയാനാണെങ്കിൽ തന്നെ അവിടെ വന്നു കഴിഞ്ഞിട്ട് അയാൾക്ക് അവിടെ വെയിലൊന്നും കൊള്ളാൻ പറ്റൂല. കാരണം അയാൾ അമേരിക്കയിലായിരുന്നു, ദീർഘകാല എയർ കണ്ടീഷൻ ഓഫീസിൽ വർക്ക് ചെയ്ത ആളാ. ഈ പറയുന്ന ആൾക്ക് വെയിൽ കൊള്ളാൻ പറ്റാത്തതിന്റെ പേരിൽ കാറിൽ എയർ കണ്ടീഷൻ കാറിൽ കയറി ഇരുന്നുകൊണ്ട് സമരത്തെ നിയന്ത്രിച്ച ആളാണ് അഭിഷേക്. ഇപ്പൊ ഇതിൽ അഭിജിത്ത് ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന യഥാർത്ഥമായിട്ട് ഇവർക്ക് ഈ പറയുന്ന വിഷയത്തോടുള്ള താല്പര്യമാണോ, ഒരു വിഷയം പരിഹരിക്കലാണോ? നീറ്റിന്റെ വിഷയം ന്യായമാണെന്നുള്ള അഭിപ്രായക്കാരൻ ഞാനൊക്കെ. അത് പരിഹരിക്കേണ്ടതാണ് സർക്കാർ. അതേപോലെ തന്നെ ഇവർ ഉന്നയിക്കുന്ന ചില വിഷയങ്ങളെ സംബന്ധിച്ച് ആ വിഷയങ്ങൾ പരിഹരിക്കുന്നത് ന്യായമാണ്. ആ വിഷയങ്ങളോട് സർക്കാർ അനുഭാവപൂർണ്ണമായ സമീപനം എടുക്കണം. അത് എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. ശക്തമായിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അതിനുവേണ്ടിയുള്ള പരിഹാര ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇവരും വേണ്ടത്. കാരണം ഒരു നാടിനെപ്പോഴും ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച് ഇത് സാമ്പത്തികത്തിന്റെ വികസന കുതിപ്പിലാണ് ഭാരതം. ഈ സമയത്ത് ഇതിനെ തടസ്സപ്പെടുത്താനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തിന്റെ പിന്നില് ചില ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആണ്. ആ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിന്റെ ചട്ടുകമാണ് ആയിട്ടാണ് ഇയാൾ പ്രവർത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഈ പറയുന്ന സോനം വാങ്ചുവിനെ പോലുള്ള ആളുകൾ കൊണ്ട് നിരാഹാരം കിടത്തിച്ചത്. ഇന്നലെ തന്നെ മനസ്സിലാക്കുന്ന അവസ്ഥ. ഇന്നലെ മാത്രമായിരുന്നില്ല, ആ തുടക്ക ദിവസം ആരൊക്കെയാ വന്നേ അവിടെ? ആകെ 50 പേരെ കഷ്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 50 പേരുടെ സമരത്തെ ഊർജ്ജപ്പെടുത്താൻ വേണ്ടിയിട്ട് ആദ്യം എത്തിയ ആള് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരിക്കുന്ന MA ബേബി ആണ്. അത് കഴിഞ്ഞ് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായിട്ടുള്ള വൃന്ദ കാരാട്ടാണ് എത്തിച്ചേർന്നത്. അതേപോലെ തന്നെ നമ്മുടെ റഹീമൊക്കെ അവിടെ എത്തിച്ചേർന്നു എന്നാണ് കേട്ടത്. ഈ പറയുന്ന 4 ആള് തികച്ചില്ലാത്ത പ്രസ്ഥാനത്തിന്റെ ആളുകൾ മിനിയാന്ന് അവരെന്താ എത്താതിരിക്കാൻ കാരണം എന്നറിയാമോ? മിനിയാന്ന് ഇവർക്ക് രാത്രി അവിടെ ഉറക്കം നിന്നു. എന്താ കാരണം? അവിടെ അർജന്റീന സ്പെയിൻ കളിയായിരുന്നു. ഇവർക്ക് കളിയായിരുന്നു പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് MA ബേബി കളി കാണാൻ പോയിരുന്നു. കളിക്ക് വേണ്ടി മുഴുവൻ അർദ്ധരാത്രി മുഴുവൻ കുത്തിയിരുന്നു. റഹീം അവിടെ കുത്തിയിരുന്നു, ശ്രീമതി ടീച്ചർ അവിടെ കുത്തിയിരുന്നു. ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കൊക്കെ തോൽക്കുന്ന അർജന്റീന ടീമിന്റെ വലിയ പ്രചാരകന്മാരായിട്ടാണ് ഇവരുടെ കുത്തിയിരുന്നത്. ഇവർ സ്പെയിനെതിരായിരുന്നു. എങ്ങനെയെങ്കിലും ഇവർക്ക് ആഗ്രഹം അവിടെ അർജന്റീന ജയിക്കണം എന്നാണ്. ഇവരെന്തെല്ലാം വാശി പിടിച്ചാലും കളി അറിയാൻ പാടില്ലാത്ത, കളിയെക്കുറിച്ച് നിശ്ചയമില്ലാത്ത, കളിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വഭാവമാണ് ബേബിക്കും കൂട്ടർക്കുള്ളത്. ഞാനത് ഇന്റർവ്യൂ കണ്ട സമയത്ത് പറഞ്ഞ്, ബേബിക്ക് കളിയെക്കുറിച്ച് എന്ത് തേങ്ങാക്കൊല അറിയാവുന്നത്? ഒരു വസ്തുത അറിഞ്ഞൂടാ, ഒരു വസ്തു അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇപ്പൊ കേരളത്തിന്റെ കായിക മന്ത്രി അടക്കമുള്ള ആളുകളെ ഇവരെല്ലാം വഴിതെറ്റിച്ചതിൽ ബേബി പോലുള്ള ആൾക്ക് വലിയ പങ്കുണ്ട്. ബേബി വിഷയങ്ങൾ പഠിക്കണം, ബേബി വിഷയങ്ങൾ മനസ്സിലാക്കണം. നീറ്റിന്റെ പ്രശ്നങ്ങൾ ന്യായമാണെങ്കിൽ ആ ന്യായമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അതിന് കരുത്തുള്ള ആളുകൾ വേറെ ഉണ്ട്. അത് ബേബിയോട് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ബേബിക്ക് എങ്ങനെ ഇത് മനസ്സിലാവുക? കേരളത്തിന്റെ ഏറ്റവും പരാജയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരിൽ ഒരാളായിരുന്നു ബേബി. ഇപ്പൊ നമ്മൾ തോമസ് ഐസക്കിനെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം ഒരു വിജയിച്ച ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. ബേബി അങ്ങനെയൊന്നും ആയിരുന്നില്ല. ബേബി ഒരു പരാജയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. ബേബിയുടെ കാലത്താണ് ജോസ് മോഹനെ കൈവെട്ടി മാറ്റിയത്. അതിന് വലിയ തിട്ടൂരം കൊടുത്ത ആള് ബേബിയാണ്. രൂപത അതിരൂപത എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ബേബിയെ സംബന്ധിച്ച്, MA ബേബിയെ സംബന്ധിച്ച് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ് അദ്ദേഹം. ഈ കലാപത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഇവർ രണ്ടിനും കൂട്ടുപിടിക്കുന്നു എന്നുള്ളൂ. സോണം വാങ്ചുവിനും അഭിജിത് ദീപ്തെ ഒക്കെ കൂട്ടുപിടിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇവർക്ക് കയ്യിൽ നിന്ന് ആളൊന്നുമില്ല. ഇവർ വിചാരിച്ചാൽ സാധിക്കുന്നത് JNU നിന്ന് 10-50 ആളുകളെ കൂട്ടാൻ വേണ്ടി സാധിക്കും. ഇവിടെ സർവ്വമാന ആളുകളെയും കൂട്ടിയിട്ട് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയുടെ പേരിലാണ് സമരം ഇന്നലെ സംഘടിപ്പിച്ചത്. ഇന്ത്യ മുന്നണിക്കകത്ത് ഈ സമരം നടക്കുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ പ്രസ്ഥാനമായിരിക്കുന്ന കോൺഗ്രസിനെതിരായിട്ട് സമരമാണത്. കോൺഗ്രസിന് നേതൃത്വം മോശമാണ്, വിഷയങ്ങൾ ഉന്നയിക്കാൻ അവർക്ക് അറിയില്ല, അവർ പാർലമെന്റിൽ മോശമാണ്. അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മുടെ പാർട്ടി CJP വരാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുന്നത്. ഇതിനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന MA ബേബി അടക്കമുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മറ്റവരുമാണ്. അവർ രാഷ്ട്രീയത്തിലെ പരാജയമാണ്. അപ്പൊ അവർ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള മുഖ്യപ്രതിപക്ഷമാകാനായിട്ടുള്ള ഒരു പരിശ്രമത്തിൽ സോനം വാങ്ചുവിന് മുൻനിർത്തിക്കൊണ്ട് നടക്കുന്ന സമരം എന്നുള്ളതിനകത്ത് ഇതിനകത്ത് രാഷ്ട്രീയ പ്രാധാന്യം യാതൊന്നുമില്ല എന്നാണ് എൻ്റെ അനുമാനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല.
അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.